എല്ലാവർക്കും മീനൂസ് മിനി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കില്ലേ പണ്ട് കാലത്തെ ഒരു പച്ചടി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉണ്ടാക്കിയിരുന്നേ. അതൊന്നും ഉണ്ടാക്കാമേ. അതിനുവേണ്ടി നമുക്ക് വലിയ പുളിയില്ലാത്ത തൈര് വേണം, നല്ല കട്ട തൈര്. തേങ്ങയുടെ വെളുത്ത ഭാഗം മാത്രം ചിരകി എടുത്തത്, പിന്നെ ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കുറച്ച് ജീരകം, ഒരല്ലി വെളുത്തുള്ളി, ഉപ്പ്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കടുകും വറ്റൽമുളകും, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിനുള്ള സാധനങ്ങൾ എടുക്കുന്നതേ എത്ര ആളുകളുണ്ടോ അതിൻ്റെ അനുസരിച്ച് എടുക്കണം. എൻ്റെ വീട്ടിൽ ഇപ്പം ഞങ്ങൾ 2 ആളേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറേശ്ശെ എടുത്തന്നേ ഉള്ളൂ. ഇനി തേങ്ങയിലോട്ട് ജീരകം, വെളുത്തുള്ളി, കുറച്ച് കടുക്, കുറച്ച് ഉപ്പ്, കുറേശ്ശെ തൈര് ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ട് ബാക്കി വരുന്ന തൈരും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്ത് വെക്കണം ആദ്യം. ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. ആദ്യം ഒരു കട്ടിയുള്ള ചീനിച്ചട്ടി വെക്കണം ചൂടാകാൻ. അത് ചൂടാകുമ്പോൾ കട്ടിയുള്ള ചീനിച്ചട്ടി മീൻസ് സ്റ്റീലിൻ്റെ ആണെങ്കിലും ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്റ്റീലിൻ്റെ ഉണ്ടാവണമെന്നില്ലല്ലോ. സ്റ്റീലിൻ്റെ ഉണ്ടെന്ന് ഒരു സ്റ്റീലിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാകുമ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പം ഉള്ളി, ഇഞ്ചി, വറ്റൽമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റണം. കുറേ അങ്ങ് വഴറ്റണ്ട, അതെല്ലാം ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. എന്നിട്ട് ഗ്യാസ് ഓഫാക്കണം. എന്നിട്ട് അരച്ച് വെച്ച കൂട്ടില്ലേ അതുകൂടെ ഒഴിച്ചിട്ട് ഇളക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പയും കൂടി ഇട്ടിട്ട് 2 സെക്കൻഡ് പിന്നെ അടച്ച് വെക്കണം. പച്ചടി ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും അരച്ച കൂട്ട് ഒഴിച്ച് തിളപ്പിക്കരുതേ, അപ്പോൾ ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കാൻ നല്ല അടിപൊളി പണ്ട് കാലത്തെ ടേസ്റ്റ് കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.